ഇറാനിലെ ബുഷഹർ ആണവ നിലയത്തിന് നേരെ വീണ്ടും അമേരിക്ക ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ട്. ഇതിൽ സുരക്ഷാ ജീവനക്കാരൻ കൊല്ലപ്പെടുകയും ചെയ്തു. ഇറാന്റെ ആണവോർജ ഏജൻസി ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. ആക്രമണത്തെ തുടർന്ന് ആണവ വികിരണം ഇല്ലെന്നും ഏജൻസി അറിയിച്ചു. ആണവ നിലയത്തിന് സമീപത്തെ കെട്ടിടത്തിലാണ് മിസൈൽ പതിച്ചതെന്നും അവിടെയുണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാരനാണ് മരിച്ചതെന്നുമാണ് റിപ്പോർട്ട്. കുവൈറ്റിൽ നിന്ന് വെറും 240 കിലോമീറ്റർ മാത്രം അകലെയാണ് ബുഷഹർ നിലയം. വീണ്ടും ആക്രമണമുണ്ടായതോടെ കുവൈറ്റ് കനത്ത ആശങ്കയിലുമാണ്. ചോർച്ചയുണ്ടായാൽ ആണവ വികിരണം കുവൈറ്റിലേക്ക് എത്തുമെന്നാണ് ഭയക്കുന്നത്. എന്നാൽ ഇതുവരെ ആണവ ചോർച്ചയില്ല എന്നാണ് ആണവോർജ ഏജൻസി അറിയിക്കുന്നത്. ചോർച്ച ഉണ്ടാകുന്നത് തടയാനുള്ള ശ്രമങ്ങളും തുടരുന്നുണ്ട്. നേരത്തെ 3 തവണ ബുഷഹർ ആണവ നിലയം ആക്രമിക്കപ്പെട്ടിരുന്നു. അതിനിടെ അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിൽ നിന്ന് പിൻവാങ്ങിയ ഇറാൻ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഹോർമുസ് കടലിടുക്കിനെ പോലെ തന്ത്രപ്രധാനമായ ബാബ് അൽ മഹദ് എന്ന കടലിടുക്കും ഇറാൻ അടയ്ക്കാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഹോർമുസ് തുറക്കാൻ വിവിധ രാജ്യങ്ങൾ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനിടയിലാണ് പുതിയ നീക്കവും വരുന്നത്. ബാബ് അൽ മഹദ് കൂടി അടച്ചാൽ ലോകത്തെ ഇന്ധന വിതരണം കൂടുതൽ അവതാളത്തിലാകും. ഇത് ഗുരുതര പ്രശ്നങ്ങളാകും ഉണ്ടാക്കുക. ചെങ്കടലിനെ ഏദൻ ഗൾഫുമായി ബന്ധിപ്പിക്കുന്ന പാതയാണിത്. ഇതിന്റെ ഒരു വശത്ത് യമൻ സ്ഥിതി ചെയ്യുന്നു. ഇറാന്റെ പിന്തുണയുള്ള യമനിലെ ഹൂതി വിമതർ ബാബ് അൽ മദബ് വഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുത്തുമെന്ന് അടുത്തിടെ ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഒന്നും ഉണ്ടായില്ല. ഹൂതി വിമതരെ ഉപയോഗിച്ചാകും ഇറാൻ ബാബ് അൽ മദബിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക. ഇറാൻ വെടിവെച്ച് വീഴ്ത്തിയത് അമേരിക്കയുടെ തകർക്കാനാകാത്ത ഈഗിളിനെ ആണെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നഷ്ടം 927 കോടി രൂപയെന്നാണ് വ്യോമയാന വിദഗ്ധർ വരെ പറയുന്നത്. ഇറാനെതിരായ സൈനിക നടപടി അമേരിക്ക തുടരുന്നതിനിടെ 2 ദിവസത്തിനിടെ അമേരിക്കയുടെ 2 യുദ്ധവിമാനങ്ങളാണ് ഇറാൻ തകർത്തത്. ഇതിനു പുറമെ ഒന്നിലേറെ അമേരിക്കൻ ഹെലികോപ്റ്ററുകളും തകരാറുകളുണ്ടായി. 24 മണിക്കൂറിനുള്ളിൽ ഈഗിളിന്റെ വീഴ്ചയാണ് അമേരിക്കയ്ക്ക് കനത്ത പ്രഹരമാകുക എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം F-15E സ്ട്രൈക്ക് ഈഗിൾ യുദ്ധവിമാനം തകർത്തതിനെ തുടർന്ന് കാണാതായ ക്രൂ അംഗത്തെ കണ്ടെത്താനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളെ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് പരിഹസിച്ചു. വെള്ളിയാഴ്ച നടന്ന സൈനിക തിരച്ചിൽ ഓപ്പറേഷന് ശേഷമാണ് പരിഹാസ പരാമർശങ്ങൾ എത്തിയത്. വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളെ അമേരിക്കൻ സൈന്യം കണ്ടെത്തി. രണ്ടാമത്തെ ക്രൂ അംഗത്തിന്റെ അവസ്ഥയും എവിടെയാണെന്ന് അജ്ഞാതമായി തുടരുകയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് ഗാലിബാഫ് പരിഹാസം നടത്തിയത്. ദയവായി നമ്മുടെ പൈലറ്റുമാരെ ആരെങ്കിലും കണ്ടെത്തുമോ എന്നതാണ് അമേരിക്കയുടെ അവസ്ഥയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൊള്ളാം, എന്തൊരു അവിശ്വസനീയമായ പുരോഗതി. തികഞ്ഞ പ്രതിഭകൾ ഗാലിബാഫ് പരിഹസിച്ചു. അൽ ജസീറയുടെ റിപ്പോർട്ട് പ്രകാരം തങ്ങളുടെ സൈന്യം US A-10 വിമാനം വിജയകരമായി ലക്ഷ്യമാക്കി വീഴ്ത്തിയതായി ഇറാൻ സൈന്യം അവകാശപ്പെട്ടു എന്നാണ്. അതിനിടെ ഏപ്രിൽ 2 മൂന്നാമതൊരു രാജ്യം വഴി 48 മണിക്കൂർ വെടിനിർത്തൽ അമേരിക്ക നിർദ്ദേശിച്ചതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാനിലെ അർദ്ധ ഔദ്യോഗിക ഫേഴ്സ് ന്യൂസ് ഏജൻസിയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ 2 US സൗഹൃദ രാജ്യങ്ങളിലൊന്നിലൂടെ 48 മണിക്കൂർ വെടിനിർത്തൽ നിർദ്ദേശിച്ചു. മേഖലയിൽ US സേന നേരിടുന്ന സംഘർഷങ്ങളും വെല്ലുവിളികളും പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണിത്. റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്. എന്നാൽ ഇറാൻ നിർദ്ദേശത്തിന് ഔദ്യോഗികമായി മറുപടി നൽകിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. നേരത്തെയും ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. ആദ്യത്തവണ 48 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതായി പിന്നീടത് 5 ദിവസത്തേക്കും 10 ദിവസത്തേക്കും വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതായും അറിയിച്ചിരുന്നു. എന്നാൽ ഇത് ട്രംപിന്റെ തന്ത്രമാണെന്നായിരുന്നു ഇറാന്റെ പ്രതികരണം വന്നതും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.